ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. എന്തെല്ലാം എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ എനിക്കും സുഖം തന്നെ. പിന്നെ ചെറിയൊരു പനിയുണ്ട്. പനിയുടെ ലക്ഷണമുണ്ട്. തലവേദനയും തൊണ്ടവേദന ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല. ഗുളിയൊക്കെ കുടിച്ച് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയ യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് വീഡിയോ എടുക്കാനും പിന്നെ എന്താ പറയുക റീച്ചൊക്കെ ആവുള്ളൂ. എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ. ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേ. അങ്ങനെ ഫാൻസി ഐറ്റംസ് പോയി ഈ ഒരു വാച്ച് ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പോൾ എനിക്ക് പറഞ്ഞു ഈ ഒരു ബ്ലാക്ക് എടുത്തോ എങ്കിൽ അബായൊക്കെ യൂസ് ആക്കുന്ന നേരം നല്ല രസമുണ്ടാവും പറഞ്ഞു. അതെടുത്ത് എൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നേരം ഇതാകുന്നുണ്ട്. കുഴപ്പമില്ല അല്ലേ? പിന്നെ പിന്നെ ചെറിയ മക്കൾസിനൊക്കെ ഹെയറിലൊക്കെ ക്ലിപ്പ് ഈ ഒരു കാതിലെടുത്തപ്പോ ഒക്കെ പറഞ്ഞു എന്തിനാ എടുക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷെ ഒന്നുമില്ല, എടുക്കുന്നതേ ഇല്ല. വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വെക്കാന്നല്ലാണ്ട് ഉപയോഗിക്കൂല. അതിന് ദേഷ്യം പിടിക്കലുണ്ട് ഇക്ക. അപ്പൊ ഞാൻ വിചാരിച്ചു അത് എടുക്കണ്ട വെറുതെ, എന്തായാലും എനിക്കറിയാം അത് ഇടൂലെന്ന്. ഇതൊക്കെ നോക്കി നിൽക്കുന്നവരൊക്കെ ഒരു എന്താ പറയാ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ട് നോക്കുന്നത്. അപ്പൊ നമ്മള് വിട്ടുകൊടുക്കുവോ? നമ്മളും പോയിട്ട് ഒരു ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് വെച്ച് കൊടുത്ത്. പക്ഷെ അത് ഹെയറിൽ കുടുങ്ങിയിട്ട് പിന്നെ അവിടെ തന്നെ വെച്ച്. അപ്പൊ നല്ലൊരു മോഡൽ ഉണ്ട്. അപ്പൊ അത് വെച്ച് ഫോട്ടോ എടുത്തപ്പോ ഒക്കെ കളിയാക്കിട്ടോ. അതിന്റെ സ്റ്റിക്കർ ഇങ്ങനെ മുഖത്ത് വന്നിട്ട് അപ്പൊ ഞാൻ എടുക്കാൻ പറഞ്ഞിട്ട് സെൽഫി ഒക്കെ എടുത്ത് അങ്ങനെ കളിച്ചതാ. ഇങ്ങനെ മിററിലൊക്കെ നോക്കി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത്. പിന്നെ കിച്ചന്റെ ഐറ്റംസ് പോയാല് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിലേക്ക് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. വീട്ടിൽ കൂടിയിട്ട് കൊറോണ ടൈമിലാണ് ഞാൻ കൂടിയത്. പിന്നെ വീടിന്റെ പണിയൊന്നും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കാണുന്നേരം വാങ്ങിക്കാൻ തോന്നും. ഒക്കെ പറയും നാട്ടിൽ നിന്ന് വാങ്ങിച്ചാ പോരേന്ന്. ഞാൻ പറയും നാട്ടിൽ നിന്ന് വേറെ ലിസ്റ്റ് തരുന്നുണ്ട്, ഇപ്പൊ ഇവിടെ കടന്ന് വാങ്ങാന്നറിയും. അങ്ങനെ ചിലതൊക്കെ വാങ്ങിക്ക്. ഇത് വാങ്ങിട്ടോ. പിന്നെ ഡ്രസ്സിന്റെ സെക്ഷനിലെത്തി. അങ്ങനെ കുറെ ഡ്രസ്സൊക്കെ എടുത്ത് സ്കേർട്ടും ടോപ്പും എടുത്ത് വീട്ടിൽ നിന്ന് യൂസ് ആക്കാൻ തന്നെയാണ് എടുത്തത്. പിന്നെ അബായന്റെ ഉള്ളിലൊക്കെ ഇടാലോ, അങ്ങനെയൊക്കെ എടുത്ത്. പിന്നെ കിഡ്സിന്റെ സെക്ഷനിൽ പോയി 2 കിഡ്സിന്റെ ഡ്രസ്സ് എടുത്ത്. പിന്നെ പോയത് ഒക്കെ കുറെ കളിയാക്കിയിട്ട് കുറെ നേരമായില്ല കളിയാക്കുന്നത്. അപ്പൊ ഒരു ഗണ്ണൊക്കെ എടുത്തേക്കൊക്കെ നേരെ വെടിവെക്ക് പോലെയൊക്കെ ചെയ്ത്. പിന്നെ കുറേ ഇതുണ്ട് കേട്ടോ, ടോയ്സുകളുണ്ട്. ഒരു ടോയ്സിന്റെ ഒരു ഏരിയ എന്നൊക്കെ പറയാം, അത്രയൊക്കെ ഉണ്ട്. ഇതൊക്കെ നാട്ടിൽ പോകുന്നവരെ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഓരോന്ന് ഇങ്ങനെ നോക്കി. അന്നേരം ഇത് കണ്ടപ്പോ ആങ്ങളെന്റെ മോള് നാട്ടിൽ നിന്ന് എന്നോട് ഇങ്ങനെ പറയലുണ്ട്, നാട്ടിൽ നിന്ന് ഫാൻസിലൊക്കെ കയറുന്ന ചില ഫാൻസിൽ ഉണ്ടാവൂല, ചിലയിടത്ത് നിന്ന് എന്നോട് മറന്നും പോക്കുണ്ട്. അപ്പൊ ഇവിടെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ഇത് വാങ്ങിക്കാലോ എന്ന് പറഞ്ഞേ. അങ്ങനെ അത് വാങ്ങിച്ച് കിട്ടോ. പിന്നെ പോകുന്നേരം എടുക്കാലോ, ഓരോരോ ഐറ്റംസ് ഒക്കെ എടുക്കാലോ. ഇനിയും ഉണ്ട്, ഇനിയും കുറെ ടൈം ആവും ഇൻഷാ അള്ളാ. അങ്ങനെ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങള് ഇങ്ങ് പോന്ന്. പ്രാവിനെ കണ്ടപ്പോ പ്രാവാണെങ്കിൽ പറക്കുന്നില്ല, പറക്ക് പറഞ്ഞ് പറപ്പിച്ചതാണിത്. അങ്ങനെ ഒരു ഫ്രൂട്ടിയൊക്കെ എടുത്ത് കുടിച്ച് അങ്ങനെ ഇങ്ങനെ പോന്നേ. പിന്നെ അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ.